നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സുപ്രധാന വിജയമായി യുഎസ് കോൺഗ്രസ് വ്യാഴാഴ്ച അദ്ദേഹത്തിന്റെ 4.5 ട്രില്യൺ US നികുതി ഇളവുകളും ചെലവ് ചുരുക്കലുകളും ഉൾക്കൊള്ളുന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കി. റിപ്പബ്ലിക്കൻ നേതൃത്വത്തിലുള്ള ഹൌസ് 218-214 എന്ന വോട്ടിന് ബില്ല് പാസാക്കി ഒപ്പിടാനായി അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട്. തങ്ങളുടെ ഭരണം ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യമായി റഷ്യ മാറിയെന്ന് അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ വ്യാഴാഴ്ച പറഞ്ഞു. ഇതിനെ ധീരമായ തീരുമാനമെന്ന് വിശേഷിപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തക്കിയും അഫ്ഗാനിസ്ഥാനിലെ റഷ്യൻ അംബാസിഡർ ദിമിത്രി ഷിർനോവും തമ്മിൽ കാബൂളിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം. ലഷ്കർ-ഇ-തോയ്ബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയും തീവ്രവാദിയുമായ മുഫ്തി ഹബീബുള്ള ഹക്കാനിയെ പാകിസ്ഥാനിലെ ദിർ ജില്ലയിൽ വ്യാഴാഴ്ച അജ്ഞാതരായ അക്രമികൾ വെടിവെച്ച് കൊന്നതായി റിപ്പോർട്ടുകൾ പ്രകാരം അസ്ഥിരമായ സുരക്ഷാ സാഹചര്യങ്ങൾക്ക് പേരുകേട്ട ദിർ ജില്ലയിൽ അജ്ഞാതരായ ആക്രമികൾ മുഫ്തി ഹബീബുള്ള ഹക്കാനിയെ ലക്ഷ്യം വെച്ചിരുന്നു. ഹക്കാനിയുടെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. അക്രമികളുടെ ഉദ്ദേശങ്ങളും ഐഡന്റിറ്റികളും കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുണ്ട്. ലോകത്തിന്റെ ഫാക്ടറിയായി ഇന്ത്യയെ മാറ്റുക എന്ന മോദി സർക്കാരിന്റെ സ്വപ്നം ശക്തമായി മുന്നേറുന്നതിൽ ഏറ്റവും അസൂയുള്ളത് ചൈനയ്ക്കാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ വിജയകരമായി നടപ്പാക്കിയ ആപ്പിൾ ഐഫോൺ നിർമ്മാണത്തെ അട്ടിമറിക്കാൻ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് ചൈന. ഇന്ത്യയിൽ ആപ്പിൾ ഐഫോൺ നിർമ്മിക്കുന്ന ഫോക്സ്കോൺ എന്ന കമ്പനിയിൽ സുപ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന 300 ചൈനക്കാരായ എഞ്ചിനീയർമാരെ ഇന്ത്യയിലെ ഫാക്ടറിയിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാണ്. പാലസ്തീനെ പിന്തുണയ്ക്കുന്നവരുടെ അക്രമ സമരം ഇനി ബ്രിട്ടന്റെ മണ്ണിൽ നടപ്പില്ലെന്ന പ്രഖ്യാപനവുമായി ബ്രിട്ടീഷ് എംപിമാർ. പാലസ്തീൻ സിന്ദാബാദ് വിളിക്കുന്നവരെയും പാലസ്തീന്റെയും ഗാസയുടെയും പേരിൽ അക്രമം നടത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും പൊതുജനങ്ങളുടെ സ്വൈരജീവിതം താറുമാറാക്കുന്നവർക്കും മാപ്പില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവർ. പാലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ ഭീകരവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചു ബ്രിട്ടൻ. പാലസ്തീനും ഗാസയ്ക്കും അനുകൂലമായി അക്രമ സമരം ചെയ്യുന്ന സംഘടനയാണ് പാലസ്തീൻ ആക്ഷൻ എന്ന ഈ സംഘടന. ഈ സംഘടനയെ ഭീകരവാദ ഗ്രൂപ്പായി പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്ന പ്രമേയം 26-നെതിരെ 385 വോട്ടുകൾക്ക് ബ്രിട്ടൻ പാസാക്കി. അതായത് 385 എംപിമാർ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു, 26 എംപിമാർ എതിരായി. ഇതോടെ മൃഗീയ ഭൂരിപക്ഷത്തിന് പ്രമേയം പാസായി. യുഎസിലെ ഷിക്കാഗോയിൽ അജ്ഞാതൻ ജനക്കൂട്ടത്തിന് നേരെ നടത്തിയ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു, 14 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. റാപ്പ് ആൽബം റിലീസുമായി ബന്ധപ്പെട്ട് റെസ്റ്റോറന്റിൽ കൂടി നിന്നവരെയാണ് വെടിവെച്ചത്. അക്രമി വാഹനത്തിൽ കടന്നു കളഞ്ഞു. വെടിയേറ്റവരിൽ 13 വനിതകളും 5 യുവാക്കളുമാണ്. 2 വനിതകളും 2 പുരുഷന്മാരുമാണ് മരിച്ചത്. അക്രമിക്കായി തെരച്ചിൽ നടക്കുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാൽ വലഞ്ഞിരിക്കുകയാണ് തെക്ക് പടിഞ്ഞാറൻ ജപ്പാൻ. ആക്കുസേക്കി ദ്വീപിൽ വ്യാഴാഴ്ച റിക്ടർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. കഴിഞ്ഞ 11 ദിവസത്തിനുള്ളിൽ 1000-ലേറെ ഭൂകമ്പങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ക്യൂഷു മേഖലയുടെ തെക്ക് ഭാഗത്തുള്ള ടൊഗാര ദ്വീപ് ശൃംഖലയുടെ ഭാഗമാണ് ആക്കുസേക്കി. ജൂൺ 21 മുതൽ 1031 ഭൂകമ്പങ്ങൾ ഇവിടെ അനുഭവപ്പെട്ടു. അക്കുസേക്കി ദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് ഏകദേശം 20 കിലോമീറ്റർ താഴ്ചയിലാണ് ഏറ്റവും പുതിയ ഭൂകമ്പം ഉണ്ടായത്. ഇതോടെ ദ്വീപ് നിവാസികളായ 89 പേരെയും ഒഴിപ്പിച്ചിരിക്കുകയാണ് ജപ്പാൻ. ഗ്രാമം ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ദ്വീപിലെ ആളുകൾ ഒരു സ്കൂളിൽ അഭയം തേടി. പ്രധാനമന്ത്രി മോദി അക്രയിലെ തങ്ങളുടെ പാർലമെന്റ് സന്ദർശിച്ചപ്പോൾ ഖാന എംപിമാർ ഇന്ത്യൻ പരമ്പരാഗത വേഷം ധരിച്ചു. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരത്തെയും പൈതൃകത്തെയും ആദരിക്കുന്നതിനുള്ള അപൂർവവും ഊഷ്മളവുമായ ഒരു പ്രവൃത്തിയായി ഇതിനെ കണക്കാക്കുന്നു. ഖാന സന്ദർശനം അവസാനിപ്പിച്ച ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോർട്ട് ഓഫ് സ്പെയിനിലെ പിയാർക്കോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരുന്നു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസൈസറും 38 മന്ത്രിമാരും 4 പാർലമെന്റ് അംഗങ്ങളും അടങ്ങുന്ന മുഴുവൻ മന്ത്രിസഭയും അദ്ദേഹത്തെ സ്വീകരിച്ചു. റഷ്യയുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ ജൂലൈ 4 വെള്ളിയാഴ്ച ഉക്രൈൻ പ്രസിഡന്റ് വോൾഡിമിർ സെലൻസ്കിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായക ചർച്ചകൾ നടത്താൻ ഒരുങ്ങുന്നു. സംഘർഷകാലത്ത് ഉക്രൈനുള്ള US ആയുധ പിന്തുണ നിർത്തലാക്കുന്നതിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.